ആ കുഞ്ഞു സങ്കട ചെപ്പിലാണ് എൻ്റെ ഓർമ്മകളെ അടക്കം ചെയ്തിരിക്കുന്നത്. ആ കൺമഷി ചെപ്പാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രവും. അക്ഷരം കൂട്ടി വായിക്കാറായപ്പോ ഞാൻ ആ കൺമഷി ചെപ്പിലെ അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചു. കമലവിലാസ് കൺമഷി. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിനടുത്ത് പുത്തൻവേലിക്കരയിൽ പുത്തൂത്തറ വീട്ടിൽ ശ്രീ നടേശന്റെയും ശ്രീമതി സുലോചന നടേശന്റെയും മകൾ, മലയാളത്തിലെ പ്രിയങ്കരിയായ എഴുത്തുകാരി, ഗ്രാമവികസന വകുപ്പിൽ നിന്നും വിരമിച്ചു. തന്റെ ആദ്യ കൃതിയിലൂടെ ഏറെ പ്രശസ്തയായ ഒരു എഴുത്തുകാരി. വളരെ യാദൃശ്യമായ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വെച്ച് മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ശ്രീ കണക്കൂർ സുരേഷ് കുമാർ സാറിൽ നിന്നാണ് ഞാൻ ഈ എഴുത്തുകാരിയെയും എഴുത്തുകാരിയുടെ പുസ്തകത്തെയും കുറിച്ച് അറിയുന്നത്. പെരുമ്പാവൂര് നടന്നൊരു സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത് തിരിച്ച് ബോംബെക്കുള്ള യാത്രയിലായിരുന്നു കണക്കൂർ ആർ സുരേഷ് കുമാർ സാർ. സാഹിത്യ ക്യാമ്പിന്റെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത്, അനിൽ, ഞാൻ അവിടെ വെച്ചൊരു എഴുത്തുകാരിയെ പരിചയപ്പെട്ടു. അവരവരുടെ പുസ്തകം എനിക്ക് തന്നു. ഇന്നലെ അത് വായിക്കുകയായിരുന്നു. കുറച്ച് ഭാഗങ്ങൾ കൂടി വായിച്ചു തീർക്കാനുണ്ട്. അത് ട്രെയിനിലിരുന്ന് വായിക്കാം എന്ന് കരുതി. വായിച്ചത്രയും ഭാഗങ്ങളെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ അനിൽ അത് വായിച്ചിരിക്കണം എന്ന് മാത്രം പറയും. സുരേഷ് സാർ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ, സജസ്റ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ നല്ല പുസ്തകങ്ങളായിരുന്നു. ഏറെ ഹൃദ്യമായ പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ആ പുസ്തകം വരുത്തിച്ചത്. ഇതൊരു നോവലോ ചെറുകഥയോ നാടകമോ കവിതയോ കഥാസമാഹാരമോ യാത്രാവിവരണമോ ഒന്നുമല്ല. അനുഭവക്കുറിപ്പാണ്. സാഹിതിയിൽ ഇതിനു മുൻപ് ധാരാളം അനുഭവക്കുറിപ്പുള്ള പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എഴുത്തുകാരിയുടെ പ്രഥമ പുസ്തകമാണ്. പുസ്തകത്തിന്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയ എഴുത്തുകാരിയെ ഒന്ന് പരിചയപ്പെടുത്തുക. മലയാളത്തിന്റെ സ്വന്തം, ഏറെ ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ, അതിലേറെ ആദരവുകളോടെ പറയേണ്ട ഒരു പേര്, മലയാളത്തിലെ പ്രിയങ്കരിയായ ശ്രീമതി മായ നടേശൻ. ശ്രീമതി മായ നടേശന്റെ ഏറെ ഹൃദ്യമായ ഒരു പുസ്തകം, അതാണെന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത്. വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം. മായ നടേശന്റെ അനുഭവക്കുറിപ്പുകളായ കമലവിലാസ് കൺമഷി. ഇതാണ് ആ പുസ്തകം. എന്നെ ഏറെ ആകർഷിച്ചതും ആദ്യം ഈ പേര് തന്നെയാണ്, കമലവിലാസ് കൺമഷി. ഒരു കൊച്ചു പെൺകുട്ടി ഊഞ്ഞാലാടുന്ന കവർ ചിത്രവുമായി എന്നിലേക്ക് എത്തിച്ചേർന്ന കമലവിലാസ് കൺമഷി. എന്താണ് ഈ കമലവിലാസ് കൺമഷി? ആ ആകാംക്ഷയോടുകൂടി തന്നെയായിരുന്നു ഞാൻ ഈ പുസ്തകം വായിക്കാനിരുന്നത്. ആമുഖവും അവതാരികയും കഴിഞ്ഞ് ഒന്നാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നു എഴുത്തുകാരി എന്താണ് കമലവിലാസ് കൺമഷി എന്ന്. കളിക്കൂട്ടുകാരനോടൊപ്പം സ്കൂളിലേക്ക് പുറപ്പെടുന്നിടത്താണ് പുസ്തകത്തിന്റെ ആരംഭം. പോകുമ്പോ കൂട്ടുകാരന്റെ കയ്യിൽ മനോഹരമായ ഒരു ബാഗുണ്ട്. പക്ഷെ എഴുത്തുകാരിയുടെ കയ്യിൽ അതില്ല. അച്ഛൻ പറഞ്ഞു, അമ്മയുടെ അനുഗ്രഹം വാങ്ങി വേണം സ്കൂളിലേക്ക് പോകാൻ. അമ്മയെ കാണാൻ ചെന്നു. രോഗിയായി കിടക്കുന്ന അമ്മ. അന്ന് നെറുകയിൽ മുത്തം കൊടുത്ത് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞ ഏക കാര്യം, അച്ഛനോട് പറയണം ഇതുപോലൊരു ബാഗ് വാങ്ങിത്തരാനെന്ന്. അമ്മയുടെ അനുഗ്രഹം വാങ്ങി സ്കൂളിലേക്ക് പോയി. പക്ഷെ ബാഗ് കിട്ടിയില്ല. ഏറെ നാളുകൾക്ക് ശേഷം കടയിൽ നിൽക്കുമ്പോഴാണ് ഒരേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. സാധാരണ വിരുന്നുകാർ പതിവേ കുറവായിരുന്ന വീട്ടിൽ അന്ന് വെറും നിലത്ത് അമ്മ കിടക്കുന്നു, വെള്ള പുതച്ച് കിടക്കുന്നു. ചുറ്റിനും ബന്ധുമിത്രാദികൾ ഇരിക്കുന്നു.
കാരണം എന്താണെന്ന് മനസ്സിലായില്ല. കുറച്ചു നേരം അമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നു. അമ്മയുടെ പായത്താഴയിൽ നിന്ന് കിട്ടിയ ഒരു കന്മഷിക്കൂട്, അതുമായി പറമ്പിലേക്ക് ഇറങ്ങി. എന്തിനാണ് അമ്മയെ ഇങ്ങനെ വെള്ളപൂതച്ച് കിടത്തിയിരിക്കുന്നത് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അച്ഛന്റെ മുറിയിലേക്ക് വന്നു. പുറംതിരിഞ്ഞ് കിടന്നുറങ്ങുന്ന അച്ഛനെ ചാരി കുറെ നേരം ഇരുന്നു. വീണ്ടും കന്മഷിച്ചപ്പുമായി പുറത്തേക്ക് ഇറങ്ങി. ഒറ്റയ്ക്കിരുന്ന് ആ കന്മഷിച്ചപ്പിലെ അക്ഷരങ്ങളൊന്ന് കൂട്ടി വായിച്ചു. കമലവിലാസ് കന്മഷി. ഏവർക്കും സാഹിതിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒത്തിരി ഇഷ്ടത്തോടെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് മായ നടേശന്റെ കമലവിലാസ് കന്മഷി. സ്വന്തം അനുഭവങ്ങളെ സാഹിത്യത്തിന്റെ അതിപ്രസരമില്ലാതെ ഏവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകം. വെറും 121 പേജ് മാത്രമുള്ള ഒരു ചെറിയ പുസ്തകം. നമുക്കൊരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം. ഈ പുസ്തകത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. ഒന്ന്, ഒരു പുതിയ എഴുത്തുകാരി എന്ന് തോന്നാത്ത വിധം വളരെ മനോഹരമായി പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നു. അതിലുപരി ഹൃദ്യമായ ഭാഷ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെ വലിച്ചു നീട്ടി പറയാതെ വളരെ ഒതുക്കത്തിൽ എന്നാൽ ഹൃദ്യമായി പറഞ്ഞിരിക്കുന്നു. തുടക്കം വളരെ രസകരമായിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് കരയാൻ, നമുക്ക് ചിന്തിക്കാൻ, നമുക്ക് ചിരിക്കാൻ ഒക്കെ വകയുണ്ട് ഈ പുസ്തകത്തിൽ. ആർത്തലച്ച് ചിരിക്കുമ്പോഴും എവിടെയൊക്കെയോ ചില മുറിപ്പാടുകൾ അവശേഷിക്കുന്നു. അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കമലവിലാസ് കന്മഷി എന്ന അധ്യായം കഴിഞ്ഞ് മംഗലാപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയാണ്. അച്ഛൻ്റെ കൂടെ ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയാണ്. അച്ഛൻ ഒരു കുഞ്ഞു ഷൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഗിൽറ്റൊക്കെ പിടിപ്പിച്ച, തൊങ്ങലൊക്കെ പിടിപ്പിച്ച ഒരു പുതിയ ഷൂ. അത് വിട്ടുകൊണ്ടാണ് അച്ഛനോടൊപ്പം മംഗലാപുരത്തേക്ക് യാത്രയാകുന്നത്. അമ്മ മരിച്ചു. പോകുന്ന വഴി കണ്ണൂർ ജില്ലയിൽ എത്തിയപ്പോൾ ദിനേശ് ബീഡി കമ്പനി കണ്ടു. അത് അച്ഛൻ കാണിച്ചു കൊടുത്തു. ദൂരെ കാണുന്ന ചെടി പുകയില ചെടിയാണെന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് മംഗലാപുരത്ത് ചെന്ന് ബന്ധുവിനെ കാണാനായിട്ട് ഇറങ്ങുന്നത്. പക്ഷെ അപ്പോഴേക്കും പുതിയ ചെരുപ്പിട്ട് കാല് വല്ലാണ്ട് പൊട്ടിയിരുന്നു. വേദന സഹിക്കാൻ വയ്യാതായി. എന്നിട്ടും പുതിയ ചെരുപ്പിനോടുള്ള, ഷൂസിനോടുള്ള ആഗ്രഹം മൂലം അത് ഊരി മാറ്റാതെ പ്ലാറ്റ്ഫോമിലൂടെ പൊട്ടിയ കാലുമായി നടന്നു നീങ്ങി. പക്ഷെ അവിടെ ചെന്ന് കുട്ടിയെ കണ്ട് ബന്ധുക്കള് തിരിച്ചു പോരുമ്പോൾ അവിടുത്തെ ചേച്ചിയുടെ ഉടുപ്പുകൾ അവിടുത്തെ അമ്മ അണിയിച്ച് സുന്ദരിയാക്കി മടക്കി അയച്ചു. ഏറെ സന്തോഷത്തോടെയാണ് തിരിച്ചു വരുന്നത്. ഈ യാത്രയിലുടനീളം കാണുന്ന കാഴ്ചകൾ, അവിടുന്ന് മംഗലാപുരത്ത് എത്തിച്ചേർന്ന ശേഷമുള്ള വിശേഷങ്ങൾ, അവിടം തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ വിവരണങ്ങളിലും മായ നടേശൻ എന്ന എഴുത്തുകാരി വെറുതെ പേപ്പറിൽ എഴുതി വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഞാൻ ജീവിച്ച ഗ്രാമം, ഞാൻ അനുഭവിച്ച യാതനകൾ, എൻ്റെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും, ഓരോ സാഹചര്യങ്ങളും നമ്മളെ കാട്ടിത്തരികയായിരുന്നു. അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. അവിടുന്ന് ഇടക്ക് തിരിച്ച് ഈ കാലഘട്ടത്തിലേക്ക് വന്നിട്ട് വീണ്ടും കഥയിലേക്ക് പോകുന്നുണ്ട്. ചെറുമകൻ ധ്യാനൂട്ടൻ അച്ഛൻ്റെ കല്യാണ CD കണ്ടിട്ട് അതിനകത്ത് ഞാൻ ഇല്ലല്ലോ അമ്മുമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതും, സ്വന്തം അച്ഛൻ്റെ മറ്റൊരു വിവാഹത്തിന് പങ്കെടുക്കേണ്ടി വന്ന അവസ്ഥ ഈ മുത്തശ്ശി ഓർക്കുന്നതും വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ധ്യാനൂട്ടനോട് പറയുന്നുണ്ട്, കാരണം പുള്ളി ഇത്തിരി പിടിവാശിക്കാരനാണ്. ഞാനില്ലല്ലോ മുത്തശ്ശി, അച്ഛന്റെ കല്യാണത്തിന് ഞാനില്ലല്ലോ, എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്, ധ്യാനൂട്ട അത് ഫ്രണ്ടിൽ നിൽക്കുന്നവരെ, മുന്നിൽ നിൽക്കുന്നവരല്ലേ കിട്ടുള്ളൂ. ആ സമയത്ത് ധ്യാനൂട്ടൻ പുറകിലായിരുന്നു, സദ്യ ഉണ്ണാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ വിഷമിപ്പിക്കാതെ, നിരുത്സാഹപ്പെടുത്താതെ മടക്കി അയക്കുന്ന, അവനെ വേദനിപ്പിക്കാതെ അവന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുത്തശ്ശിയെ നമുക്ക്
നന്നായി കാണാൻ പറ്റും. തുടർന്ന് അങ്ങോട്ടുള്ള അധ്യായത്തിൽ കൂട്ടുകാരി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയും കൂട്ടുകാരി സുജാതയെ കാണുന്നതും, അമ്മ മരിച്ചുപോയി, ഈ കുട്ടിക്ക് ഇനി വേണ്ടത് വിവാഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണ് കാണാൻ വരുന്നതും, ഒരേ വിഷയത്തിൽ ഡിഗ്രിയുള്ള, അതായത് എഴുത്തുകാരിയുടെ അതേ മയയുടെ അതേ വിഷയത്തിൽ തന്നെ ഡിഗ്രിയുള്ള വരൻ വരുന്നതും, വിവാഹത്തിനായി പെണ്ണ് കാണാൻ വരുന്നതും, അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് മായ നടേശൻ എഴുതിയിരിക്കുന്നത്. അവിടുന്ന് കല്യാണം കഴിഞ്ഞു. പക്ഷെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറിയപ്പോ, വരന്റെ വീട്ടിൽ ചെന്ന് കയറിയപ്പോ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീട്ടുജോലികളിൽ അത്രയും ഗ്രാഹ്യമില്ലായിരുന്നു. അവിടെ ചെന്നൊന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കേണ്ടി വന്നു. പക്ഷെ അനുജൻ, ഹസ്ബൻഡിന്റെ അനുജൻ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ജ്യേഷ്ഠതി വിഷമിക്കണ്ട, ഞാൻ പോയി മുട്ട വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വരാം, നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം, കറി അതൊക്കെ ആക്കാം, നമ്മുടെ ഏട്ടത്തി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അനിയനും കൂടെ സഹായിച്ചു ഫുഡ് ഉണ്ടാക്കുന്ന. അതൊക്കെ നമ്മൾ ആ അടുക്കളയിൽ നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അവർ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവരോടൊപ്പം നമ്മളും ഉണ്ട് അവിടെ. ആ രീതിയിലാണ് നമുക്ക് അത് പകർന്നു തരുന്നത്. പക്ഷെ പിന്നീട് ഗർഭിണിയാവുന്നു. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴും ആ വീട്ടിലെ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, നിറവയറുമായി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അതിനുശേഷം വീട്ടില് പൂന്തോട്ടം ഉണ്ടാക്കുന്നതും, അച്ഛനെന്ന് ഉദ്ദേശിക്കുന്ന ഭർത്താവിന്റെ അച്ഛന്റെ അദ്ദേഹത്തിനും പൂന്തോട്ടത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് അത് വലുതാക്കുന്നു. ഉള്ള സ്ഥലത്ത് വലുതാക്കി അവിടെ നല്ല രീതിയിൽ പൂന്തോട്ടവും പച്ചക്കറി കൃഷിയും ഒക്കെ ചെയ്യുന്നതൊക്കെ ഇന്നത്തെ തലമുറ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതും കൂടെയാണ്. ഇന്നത്തെ തലമുറ അറിയേണ്ടതായ കുറെ കാര്യങ്ങൾ ഈ 121 പേജിലായിട്ട് മായ നടേശൻ കൊണ്ടുവരുന്നുണ്ട്. പുസ്തകത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത, അത് പോകെ പോകെ ഞാൻ പറയാം. വീട്ടിലെ വരിക്കപ്ലാവിൽ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട്, കുഞ്ഞിപ്പെണ്ണെ നീ എന്നാ കായ്ക്കുക എന്ന് ചോദിച്ച് വരിക്കപ്ലാവിനോട് സംസാരിക്കുന്നതും, വെള്ളം കയറിയ പോലെ തന്നെ താനെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നതും, പിന്നീട് അങ്ങോട്ട് വരുന്ന അധ്യായത്തിൽ, ഞാൻ പറയാനിരിക്കുന്ന അധ്യായത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടാകുമ്പോൾ നാടുനീളെ പശുക്കൾ അഴിഞ്ഞു പോകുന്നതും, ആ പശുക്കളെ എല്ലാവരും ചേർന്ന് വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും, ഒരുമിച്ചൊരു പാത്രത്തിൽ കറക്കുന്നതും, ഒരു പാത്രത്തിലേക്ക് കറക്കുന്നതും, ആ ഒരു പാത്രത്തിൽ കറന്ന പാൽ എല്ലാവർക്കുമായി വിതരണം ചെയ്യുന്നതുമായ സന്ദർഭങ്ങളൊക്കെ മായ നടേശൻ എഴുതുമ്പോൾ ജീവിതം എന്താണ്, സുഖം മാത്രമല്ല ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങളെ എങ്ങനെ നേരിടണം എന്നൊക്കെ നമുക്ക് വളരെ വിശദമായി മനസ്സിലാക്കി തരുന്നു. ജീവിതത്തിന്റെ കെട്ടുറപ്പ്, ബന്ധങ്ങളുടെ കെട്ടുറപ്പ്, ഇതൊക്കെ മായ നടേശന്റെ എഴുത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോലി അന്വേഷിച്ചു വന്നൊരു പയ്യൻ കുഞ്ഞുനാളില് ഇവരുടെ കടയിൽ വന്ന് നിൽക്കുകയും, ഈ കുട്ടി സാമിയണ്ണൻ എന്ന് വിളിക്കുകയും, പിന്നെ അവരുടെ ഒരു ഏട്ടനെ പോലെ ഒരു ബന്ധുവായി മാറുകയും, പിന്നീട് അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് തമിഴ്നാട്ടിലേക്ക് പോവുകയും, പിന്നീട് ആ ബന്ധം അറ്റുപോവുകയും ചെയ്യുന്നൊരു സന്ദർഭമുണ്ട്. പക്ഷെ നാളുകൾക്ക് ശേഷം എപ്പോഴോ അപ്രതീക്ഷിതമായ ഒരു കോള് വരുന്നു, പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന്. ഫോൺ എടുക്കുമ്പോൾ സ്നേഹത്തോടെ മോളെ എന്നുള്ളൊരു വിളി. വളരെ എന്താ പറയാ, ആകാംക്ഷാഭരിതമായി ആരാ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, സാമിയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആകാംക്ഷ, ആ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് നമുക്ക് മനസ്സിലാകും. പിന്നെ സ്വാമിയുടെ വിശേഷങ്ങൾ അതൊക്കെ വായിച്ച് തന്നെ അറിയണം. കാരണം അത്ര ഹൃദ്യമായിട്ട്, വളരെ ഹൃദയസ്പർശിയായിട്ടാണ് മായ നടേശനത് ആ ഭാഗങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്.
അത് നമ്മൾ പറഞ്ഞറിയിക്കല്ല, ഈ പുസ്തകം വായിച്ച് തന്നെ നിങ്ങൾ അറിയണം. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ നേരത്തെ പശുക്കളുടെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് 4 അധ്യായം, പ്രളയപയോധി ജലേ ഭാഗം 1, ഭാഗം 2, ഭാഗം 3, ഭാഗം 4, ഈ 4 അധ്യായത്തിനും പ്രളയപയോധി ജലേ എന്ന് തന്നെ ഇട്ടുകൊണ്ടാണ് 1, 2, 3, 4 എന്നായിട്ട് 4 അധ്യായം എഴുതിയിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം പ്രളയം, അതിനെ ബേസ് ചെയ്തായിരുന്നു ആ 4 അധ്യായം. ആദ്യം ആരും കാര്യമാക്കാതിരുന്ന, മുറ്റത്തേക്ക് വെള്ളം വരില്ല എന്ന് കരുതിയിരുന്ന സന്ദർഭത്തിൽ വെള്ളം കയറിയതിനു ശേഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആ അനുഭവം പറയുന്നതിന് തൊട്ടു മുമ്പ് മായനടേശൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ് പുത്തൻവേലിക്കര. അവിടെ മുറ്റത്ത് വെള്ളം വരാൻ കൊതിച്ചിരുന്നൊരു കാലമുണ്ട്. അതിൻ്റെ ഒരു കാരണവും കൂടെ ഉണ്ട്. കുഞ്ഞു വള്ളം, തുഴയാൻ അറിയാൻ വയ്യാത്തവർ തുഴഞ്ഞാൽ മറിഞ്ഞു പോകുന്ന കുഞ്ഞു വള്ളം, മുറ്റത്ത് വെള്ളം കയറിയാൽ കളിക്കാനായിട്ട് എടുത്തു കൊടുക്കും. അതിനകത്ത് കുട്ടികൾ 3-4 പേര് കയറും, ഒരല്പം തുഴയും, തുഴയാൻ അറിയാൻ വയ്യാത്തവർ തുഴഞ്ഞാൽ മറിഞ്ഞു പോകും, എല്ലാം കൂടെ വെള്ളത്തിൽ വീഴും, വീണ്ടും വള്ളം നികത്തും, ഇവര് വീണ്ടും കയറിയിരിക്കും. ഇങ്ങനൊരു കളിയുണ്ട് ഇവർക്ക്. അപ്പൊ ഈ കളി ഇഷ്ടമായതുകൊണ്ട് വെള്ളം വരാൻ ആഗ്രഹിക്കും. അപ്പോ മഴക്കാലമായാൽ കായലിൽ നിന്ന്, നദിയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് കയറിയാൽ, മുറ്റത്ത് വന്നാൽ അത് സന്തോഷമായിരുന്ന ഒരു ബാല്യം, അത് ഇതിനകത്ത് വളരെ രസകരമായ നടശം പറയുന്നുണ്ട്. ഒപ്പം ചൂണ്ടയിടുക, അതല്ലാത്ത സമയത്ത് ബന്ധുക്കളുടെ വീട്ടിൽ മായയും കൂട്ടി അച്ഛൻ തുഴഞ്ഞു പോവുക. അപ്പൊ അദ്ദേഹത്തിന് നന്നായി വെള്ളം പരിചയമായതുകൊണ്ട്, തുഴച്ചിൽ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വള്ളം അറിയില്ല. ഈ കക്ഷിയെ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. പോകുന്ന വഴി ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാല്യത്തിൽ വെള്ളം മുറ്റത്തേക്ക് വരുന്നത് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി പ്രളയം കണ്ടപ്പോൾ ഭയന്നു. ബന്ധുമിത്രാദി, അന്ന് അപ്പോ ഔദ്യോഗിക ജീവിതത്തിൽ ഇരിക്കുന്ന സമയമാണ്. എല്ലാവരെയും വിളിച്ചു പറയുന്നുണ്ട്, വെള്ളം കൂടുന്നു, ഇങ്ങോട്ട് പോര്. കാരണം ഇവരുടെ വീടെന്ന് പറയുന്നത് ഒരു കുന്നിൻ മുകളിലാണ്. അപ്പൊ അവിടെ വെള്ളം കയറാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് പോര് നിങ്ങൾ എന്ന് പറയുമ്പോഴൊക്കെ ബന്ധുക്കൾ പറയുന്നത് കുഴപ്പമില്ല, ഇല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് വരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ എല്ലാവരുടെയും കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടായിരുന്നു ജലത്തിന്റെ കുത്തൊഴുക്ക് വന്നു. ബന്ധുക്കൾ എല്ലാവരും മായയുടെ വീട്ടിലേക്ക് എത്തുന്നു. 2 ബെഡ്റൂമിലായിട്ട് 9ഉം 10ഉം പേരൊക്കെ കിടക്കേണ്ട അവസ്ഥ വന്നു. പ്രായമായ മുത്തശ്ശി, കൊച്ചു കുഞ്ഞുങ്ങള്, ആബാലവൃദ്ധം എന്ന് പറയാം നമുക്ക്, വന്ന് താമസിക്കേണ്ട. പക്ഷെ പിറ്റേ ദിവസം പോകാം, ഇന്ന് രാത്രി കൊണ്ട് വെള്ളം ഇറങ്ങും എന്ന് പ്രതീക്ഷയിൽ വന്നവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു പ്രളയത്തിന്റെ അവസ്ഥ. തിരിച്ചു പോകാൻ കഴിയില്ല. കരുതി വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നു. അന്വേഷിച്ചു പോകാനായിട്ട് വണ്ടി പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അതൊക്കെ ക്യാമ്പായി കഴിഞ്ഞു. ആ ക്യാമ്പിലേക്ക് വേണ്ട തൊട്ടടുത്ത കടകളിൽ ചെന്ന് സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ക്യാമ്പിൽ വിതരണം ചെയ്തു. കാരണം അത് ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമാണ്. പിന്നീട് വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അവിടെ സാധനമില്ല. കടക്കാരൻ തന്നെ ചോദിക്കുന്നു, ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് നിങ്ങൾ കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുന്നു. വേറെ മാർഗം ഇല്ലാണ്ടായി. വേറൊരു കടയിൽ ചെന്നിട്ട്, കുറെ ദൂരെ ചെന്നിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും മറ്റ് അത്യാവശ്യം ഒരിത്തിരി സാധനങ്ങൾ കിട്ടി. അതുമായിട്ട് വരുന്നു. അപ്പോ അതുപോലെ തന്നെ വെള്ളം വറ്റിക്കാൻ, വെള്ളം ഇറങ്ങിയ സമയത്ത് വെള്ളം വറ്റിക്കാൻ മോട്ടോർ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീമിന് ഉണ്ടെന്നറിഞ്ഞ് അവിടെ കുറെ ദൂരം പോകണം. അവിടെ കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾ വരുന്നതിന് മുമ്പേ കുറെ പേര് ഇങ്ങനെ ഓർഡർ തന്നിട്ടുണ്ട്, 1 ലിറ്റർ മണ്ണെണ്ണയും 1 ലിറ്റർ മണ്ണെണ്ണ തന്നാൽ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ വന്ന് ചെയ്തു തരാം എന്ന് പറയും. അങ്ങനെ അന്വേഷിച്ച് തന്നിട്ട് കിട്ടിയത് 1/2 ലിറ്റർ മണ്ണെണ്ണയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ഇവരെക്കാൾ മുന്നേ ഒത്തിരി പേര് ഓർഡർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് ചെയ്തിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയായി. ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്ക് കാണാം അത്ര തീവ്രമായിട്ടാണ് മായനടേശൻ ഇത് എഴുതിയിരിക്കുന്നത്. അതിൽ ഓരോ അക്ഷരങ്ങളിലും ഉണ്ട് അവരുടെ ഹൃദയത്തുടിപ്പ്.
വെറുതെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ എഴുതി പോവുകയല്ല ചെയ്തത്. അവിടുന്ന് എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങള്, പ്രായമായവര് ഒക്കെ വിശന്നിരിക്കുമ്പോ ഇനി എന്ത്, കിട്ടിയ സാധനങ്ങളെല്ലാം തീർന്നു, ഭക്ഷണത്തിന് മാർഗമില്ല, കുടിക്കാൻ വെള്ളമില്ല, തൊട്ടടുത്തൊരു കിണറുണ്ട്, ആ കിണറ്റില് ചെന്ന് അവിടുന്ന് വെള്ളം എടുക്കാന്ന് കരുതിയാൽ തൊട്ടിയില്ലാണ്ടായി. പിന്നെ തൊട്ടി സംഘടിപ്പിച്ചിരുന്ന ചെന്നപ്പോഴേക്കും ആ കിണറിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയെ. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു സുഹൃത്ത് വരുന്നത്. ഈ സുഹൃത്ത് ശരിക്കും നമ്മളൊരു സിനിമ കാണുന്ന പോലെ തോന്നുന്നു. ഈ സുഹൃത്ത് കൊണ്ടുവരുന്നത് ഭക്ഷ്യസാധനങ്ങളായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എങ്ങനെ നീ ഇവിടെ എത്തിയെന്ന് കൂട്ടുകാരനോട് ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ എത്തി എന്നാ മറുപടി. കാരണം അതായിരുന്നു അവസ്ഥ. മലയാളികൾക്ക് ആ പ്രളയത്തെക്കുറിച്ച്, 2018 പ്രളയത്തെക്കുറിച്ച് വിശദീകരിച്ചു തരേണ്ട കാര്യമില്ല. അതായിരുന്നു അവസ്ഥ. പ്രത്യേകിച്ച് എറണാകുളം പോലൊരു ജില്ലയില് പ്രളയം വന്നു കഴിഞ്ഞതിനുള്ള അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആലപ്പുഴ, എറണാകുളം ഒക്കെ എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നാടാണ്. ഇത്, ഈ ഭാഗങ്ങളൊക്കെ ഒരു ഓർമ്മച്ചെപ്പ് പോലെ എഴുതി നമ്മൾ അതിന്റെ തീവ്രതയിൽ നിന്ന് പിന്നീട് നാലധ്യായം കഴിയുമ്പോൾ ആ വെള്ളം ഇറങ്ങി ഇതിൽ വരുമ്പോൾ നമ്മളൊരു ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് അടുത്ത അധ്യായത്തിലേക്ക് വരുന്നത്. ചന്ദ്രിക ചേച്ചിയെ കണ്ടത്. ഈ ചന്ദ്രിക ചേച്ചി എന്ന് പറയുന്ന ഒരു രസകരമായ കഥാപാത്രമാണ്. ആളൊരു, ഇവര് ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് വനത്തിൽ പോകുന്നുണ്ട്. അവിടെ വെച്ച് കണ്ടതാണ്. നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും മറ്റ് വാർത്താ ചാനലുകളിലൊക്കെ വളരെ നിസ്സാരമായിട്ട് ആദിവാസികൾ എന്ന് പറഞ്ഞ്, ഇല്ലേ വനവാസികള്, കാട്ടുവാസികള് എന്നൊക്കെ പറഞ്ഞ് വളരെ നികൃഷ്ടമായിട്ട് മാറ്റി നിർത്തുമ്പോൾ അവരുടെ ജീവിതം, അവരുടെ ജീവിത രീതി, അവരുടെ സംസ്കാരം ഒക്കെ എത്രയോ പവിത്രമാണെന്ന് അത് അവരെ ചെന്ന് കാണുന്നവർക്കാണ് അത് ബോധ്യപ്പെടുന്നത്. എത്ര ശുദ്ധിയോടുകൂടി അവരുടെ വാക്കുകൾ, അവരുടെ പെരുമാറ്റം, ഇതൊക്കെ എത്രയ്ക്ക് പവിത്രമാണെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് തിരിച്ചറിയുന്നത്. ഇതിനകത്ത് മായ നടേശൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരുണ്ടാക്കുന്ന ഫുഡിനെ പറ്റി, ഭക്ഷണത്തെ, ആ ഭക്ഷണത്തിന്റെ ഓരോ പേരുകളടക്കം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇനി ഒരിക്കൽ പോയാൽ പിന്നെ ചന്ദ്രിക ചേച്ചിയെ കൊണ്ട് ഇന്ന ഫുഡ് ഉണ്ടാക്കിക്കണം, എന്നിട്ട് അത് കഴിക്കണം, ആ കാട്ടാറിലൊന്ന് മുങ്ങി കുളിക്കണം എന്നൊക്കെ വളരെ എന്താ പറയുക, ഹൃദയത്തിൽ തൊട്ട് പറയുന്നുണ്ട്. ഏറ്റവും രസകരമായ ഒരു കാര്യം, വനമേഖലയിൽ നിന്ന് ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രപതിയുടെ ക്ഷണം അനുസരിച്ച് 100 വ്യക്തികളെ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അതിൽ ഒരാള് ചന്ദ്രിക ചേച്ചി ആയിരുന്നു. അത് ഒരാളെന്ന് മാത്രമല്ല, അവിടെ ചെന്നിട്ട് രാഷ്ട്രപതിക്ക് കൈ കൊടുക്കാനുള്ള, രാഷ്ട്രപതിയിൽ നിന്ന് ഗിഫ്റ്റ് സമ്മാനം സ്വീകരിക്കാനുള്ള ആളെ തിരഞ്ഞെടുത്തതും ചന്ദ്രിക ചേച്ചിയായിരുന്നു. നമ്മുടെ ആദരണീയായ ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ പ്രഥമ വനിത, നമ്മുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു കൊടുത്ത പട്ടുസാരി ഒരു നിധി പോലെ ചന്ദ്രിക ചേച്ചി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും അതെടുത്ത് ഇവരെയൊക്കെ കാണിക്കുന്നതുമായ ഭാഗങ്ങളൊക്കെ വളരെ രസകരമായിട്ട്, വളരെ ഹൃദയസ്പർശിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ ഭക്ഷണത്തിന്റെ കാര്യം, ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ആ ഭക്ഷണത്തിന്റെ വിഭവങ്ങൾ വനത്തിൽ നിന്ന് എടുക്കുന്നത് നമുക്ക് അതിശയിച്ചു പോവും. ചോറും ഇതൊന്നും കഴിച്ചാൽ ആയിരുന്നില്ല അവർ ജീവിച്ചിരുന്നത്. കാട്ടുകിഴങ്ങുകൾ, ആ കിഴങ്ങുകളുടെ കാര്യം, ആ കിഴങ്ങ് ചുട്ടെടുക്കുന്ന രീതി, ചുട്ടെടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന മണം, ആ സുഗന്ധം, നമ്മുടെ നാവില് വെള്ളമൂറുന്ന സുഗന്ധം, എത്രയോ അകലെ നിന്നാലും അത് നമുക്ക് കിട്ടുമെന്ന മായ നടേശൻ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് മനസ്സൊന്ന് സന്തോഷമായിരിക്കുമ്പോഴാണ് പേടി എന്ന അധ്യായത്തിലേക്ക് വരുന്നത്. എത്രയൊക്കെ വൈദ്യശാസ്ത്രം വികസിച്ചെന്ന് പറഞ്ഞാലും, എന്തൊക്കെ മാറ്റങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ വന്നു എന്ന് പറഞ്ഞാലും, പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നു എന്ന് പറഞ്ഞാലും, ചില രോഗങ്ങൾ മനുഷ്യനെ ഇന്നും ഭയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് ക്യാൻസർ. ഇന്ന് ക്യാൻസർ ഒരു മാരക രോഗമൊന്നുമല്ല, കാരണം അതിന് പ്രതിവിധിയുണ്ട്.
ക്യാൻസറിന്റെ ഏത് വകഭേദം വന്നാലും നമുക്ക് ചികിത്സിച്ച് മാറ്റാം, അത് 100% ഉറപ്പാണ്. അതിന് രോഗി ഒന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക, എനിക്കിത് മാറും എന്നൊരു തയ്യാറെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. പക്ഷേ ഇന്ന് നമ്മളിൽ 99% ആൾക്കാർക്കും ക്യാൻസർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയമാണ്. ഇത് മാറുമോ എന്നുള്ളൊരു ചിന്ത വരും. മരണത്തിലേക്ക് ഞാൻ അടുക്കുകയാണ് എന്നൊരു ചിന്ത വരും. ഒരു ഘട്ടത്തില് ഈ അവസ്ഥയിലേക്ക് മായ നടേശൻ പോകുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ക്യാൻസർ ബാധിക്കുകയും ഹോസ്പിറ്റലിലാവുകയും ചെയ്യുന്ന അധ്യായങ്ങളാണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. യാത്ര പറഞ്ഞ് ചികിത്സയ്ക്കായി പോകുമ്പോൾ ഇനി ഞാൻ തിരിച്ചു വരില്ല, അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് യാത്ര പറയാം എന്ന് കരുതി തന്നെയാണ് ഓരോരുത്തരെയും വിളിക്കാൻ ഒരുങ്ങുന്ന ഫോണിൽ. പക്ഷെ പിന്നീട് സ്വയം ആലോചിക്കുന്നു, വേണ്ട, അവരെ കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാണ് എന്ന് കരുതി വിളിക്കാതെ പോകുന്നു, അവരോട് പറയാതെ പോകുന്നു. വീട്ടിൽ മാത്രം അറിഞ്ഞ് കൂടെ മകളുണ്ട്, ചികിത്സയ്ക്കായി പോകുന്നു. പക്ഷെ ആ ചികിത്സ ഫലപ്രദമായി, അസുഖം ഭേദമായി. അതിലേറ്റവും വിചിത്രമായൊരു കാര്യം, തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്ത് റേഡിയേഷൻ ഒക്കെ ചെയ്ത് അത് മാറ്റി വന്നപ്പോഴേക്കും എല്ലാവരുടെയും ഭയം, വോക്കൽ കോഡിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ശബ്ദം തിരിച്ചു കിട്ടുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം പരിശോധനയ്ക്ക് വന്ന ഡോക്ടറിനോട് വളരെ ഭംഗിയായി, രോഗത്തിൻ്റെതായ അസ്വസ്ഥതയുണ്ട് എന്നാൽ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി സംസാരിക്കാൻ കഴിഞ്ഞു മായ നടേശന്. അതെല്ലാവരിലും ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അവിടുന്ന് നിശ്ചിത ദിവസം കഴിഞ്ഞ് ഡ്രസ്സിങ് ഇതൊക്കെ മാറ്റി ആണ് റെസ്റ്റ് എടുക്കാനായിട്ട് വീട്ടിലേക്ക് വിടുന്നു. പക്ഷെ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കഴുത്തില് വല്ലാണ്ട് വീർത്ത് വരുന്നു. ഈ വീർപ്പ് പെട്ടെന്ന് വലുതാകുകയും കഴുത്ത് തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അത് വല്ലാത്ത പേടിയായി. പെട്ടെന്ന് മകളെ വിളിച്ചു പറയുന്നു, മോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ വീണ്ടും പരിശോധനയായി, എല്ലാവർക്കും ഭയമായി. പക്ഷെ ഡോക്ടർ പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഇത് ബ്ലഡ് കോട്ടായതാണ്, അത് നമുക്ക് എടുത്തു മാറ്റാവുന്നേ ഉള്ളൂ, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ സിറിഞ്ച് വെച്ചെടുത്തിട്ട് നീഡിലൂടെ ഈ കോട്ടായ ബ്ലഡ് എടുക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ നീഡിൽ മാറ്റിയിട്ട് അവർ നേരിട്ട് സിറിഞ്ച് തന്നെ വെച്ചിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പാടാണ്. പിന്നീട് ഇത് അലിയിച്ച് ഉള്ള മരുന്നുകൾ കൊടുക്കുന്നു, അത് ഒരുവിധം എടുത്തു മാറ്റുന്നു. പിന്നീട് വീണ്ടും ഇതുപോലെ ഉണ്ടാവുന്നു. അതായത് മാറ്റിയിട്ട് വീട്ടിലെത്തിയതാണ്. തിരുവനന്തപുരത്താണ് മകൾക്ക് ജോലി. അപ്പോ മകളോടൊപ്പം തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ട്രീറ്റ്മെന്റ് എറണാകുളത്തുമായിരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പൊ മകളുമായിട്ട് ഇനി തിരുവനന്തപുരത്തേക്ക് പോകാം, അവിടെ റെസ്റ്റ് എടുക്കാം എന്ന് കരുതി ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ മുറിവിൽ നിന്ന് ശക്തമായ രീതിയിൽ ബ്ലഡ് ഈ അയൺ ചെയ്യാനിടുന്ന ഡ്രസ്സിലേക്ക് വീഴുന്നത്. അല്ലാണ്ട് ഭയന്നുപോയി. വീണ്ടും ഹോസ്പിറ്റലിലേക്ക്. അത് കഴിഞ്ഞ് വരുന്ന ട്രീറ്റ്മെന്റ് നമുക്ക് അത്ഭുതം തോന്നും. അതായത് എന്താ പറയുക, ഒരു ജയിലിൽ കിടക്കുന്ന പോലെ, ഒരു ഏകാന്ത തടവ് അനുഭവിക്കുന്ന പോലെ ഉള്ള ട്രീറ്റ്മെന്റ്. കാരണം ഈ പേഷ്യന്റിന്റെ വായിലേക്ക് മരുന്നൊഴിച്ചു കൊടുത്തു, അത് കഴിക്കാൻ പറഞ്ഞു, കഴിച്ചിട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ മറ്റുള്ളവരുമായിട്ട് അടുപ്പിക്കില്ല, പേഷ്യന്റിനോട് ഡോക്ടറോ നേഴ്സോ പോലും അടുത്തിരിക്കില്ല, എത്രയും പെട്ടെന്ന് ഇന്ന മുറിയിലേക്ക് മാറാൻ പറഞ്ഞു. അവിടെ ഒരു ഏകാന്ത തടവ് പോലെയാണ്. ഫുഡൊക്കെ അവർ ഓരോ നേഴ്സുമാർ മാറി മാറി വരുമ്പോൾ അവിടെ ഇന്റർകോം പോലെ ഇത് വെച്ചിട്ടുണ്ട്, ഫോൺ. അപ്പൊ അതിലൂടെ സംസാരിക്കും, മാഡം ഞാൻ ഇന്ന ആളാണ്, ഇനി മാമിന്റെ ഇത്ര മണി വരെ മാമിന്റെ കാര്യങ്ങൾ ഞാനാണ് നോക്കേണ്ടത്, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത്, ഫുഡ് ഇന്നതാണെന്ന് പറയുമ്പോൾ ആ ഫുഡ് കൊണ്ടുപോകും. അപ്പൊ ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിക്കാനേ പറ്റില്ല. അപ്പൊ വീട്ടില് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ദുപ്പ് ചേർത്തായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴും ഉപ്പില്ലാത്ത ഭക്ഷണമാണ് കൊടുക്കുന്നത്. അപ്പൊ ഭക്ഷണം കൊണ്ടുവന്നൊരു വിൻഡോ സൈഡിൽ വെക്കും. പേഷ്യന്റ് തന്നെ ചെന്ന് അത് ഒരു കൈ കൊണ്ട് ഡോർ ഇങ്ങനെ തുറന്നിട്ട് എടുക്കണം, അടച്ചു വെക്കണം,
ഡോർ അടക്കണം, ഫുഡ് കഴിച്ചിട്ട് പാത്രം അവിടെ തിരിച്ചു വെക്കണം. അത് കഴിഞ്ഞ് ചെക്കപ്പിനായിട്ട് കൊണ്ടുവരുമ്പോൾ കോറിഡോറിൽ ആ പ്രത്യേകം വഴിയാണ്, മറ്റു പേഷ്യൻസ് മറ്റ് കൂട്ടിരിപ്പുകാരോ പോകുന്ന വഴിയിലൂടെയൊന്നും അല്ല കൊണ്ടുവരുന്നത്, ഇവർക്ക് മാത്രമായിട്ട് പ്രത്യേകം വഴിയുണ്ട്. അതിലൂടെ വരുമ്പോൾ മുന്നിൽ പെട്ടെന്ന് ഒരു ഇടനാഴിയിലൂടെ വരുമ്പോൾ പെട്ടെന്നൊരു പെൺകുട്ടി, അത് നേഴ്സാണ്, വരുന്നു, ഒരു മിഷ്യൻ കൊണ്ടുവന്ന് മുന്നിൽ വെക്കുന്നു കുറെ അകലത്തിലായിട്ട്. പിന്നീടാണ് അറിയുന്നത് അത് റേഡിയേഷന്റെ അളവ് ചെക്ക് ചെയ്യുകയായിരുന്നു. അപ്പൊ പെൺകുട്ടി പറയുന്നുണ്ട്, മാം വല്ലാണ്ട് കുറഞ്ഞിരുന്നു, റേഡിയേഷൻ കുറഞ്ഞു, ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ ചികിത്സാ രീതിയൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾക്ക് വളരെ വേദന തോന്നും, ഇങ്ങനെയൊക്കെ അനുഭവിച്ചല്ലോ. പക്ഷെ അപ്പോഴും മനസ്സിന്റെ ധൈര്യം, ശരിക്കും പറഞ്ഞെന്നുള്ള ഒരു ക്യാൻസർ പേഷ്യന്റിന് ഈ പുസ്തകം കൊണ്ട് കൊടുക്കണം, കൊടുത്തിട്ട് പറയണം, നിങ്ങൾ നിന്റെ അവസാന അധ്യായങ്ങളൊക്കെ ഒന്ന് വായിക്കും. ഇതൊന്നും ഒരു മാരക രോഗമല്ല, നമുക്കിതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ നിന്ന്. ഇതാ നോക്ക്, നിങ്ങളെപ്പോലെ ഒരു ചേച്ചി അനുഭവിച്ചതാണിത് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഒരു മോട്ടിവേഷൻ കൂടെയാണ് ഈ പുസ്തകം. ഇതിന്റെ അവസാന അധ്യായങ്ങളൊക്കെ വരുന്നത് അങ്ങനൊരു രീതിയിലാണ്. ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു മോട്ടിവേഷൻ തന്നെയാണ്. ആ ഒരു ഗണത്തിലും കൂടെ കമലവിലാസ് കൺമഷി എന്ന പുസ്തകത്തെ നമുക്ക് ഉൾപ്പെടുത്താനാവും. അവസാന അധ്യായങ്ങൾ, ആദ്യത്തെ അധ്യായങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. ക്യാൻസർ ബാധിച്ചതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗം വായിച്ചാൽ ഏതൊരു വ്യക്തിക്കും കുഴപ്പമില്ല, എനിക്കിതിനെ മറികടക്കാൻ സാധിക്കും എന്നൊരു ഇച്ഛാശക്തി ഉള്ളിൽ ഉണ്ടാക്കും വിധമാണ് മായാ നടേശൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒടുവില് സുഖം പ്രാപിച്ചു, അസുഖങ്ങളെല്ലാം ഭേദമായി. 2023 സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. 2023 നന്ദി പറഞ്ഞുകൊണ്ടാണ് പുസ്തകം അവസാനിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തെ, ബാല്യം മുതൽ ഏതാണ്ട് റിട്ടയർമെന്റ് വരെ ഉള്ള കാലഘട്ടത്തെ വളരെ രസകരമായി നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന, എന്നാൽ ഇടയ്ക്ക് നമ്മുടെ കണ്ണ് നനയിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട്, ഞാൻ എടുത്തു പറയുന്നു, സാഹിത്യത്തിന്റെ അതിപ്രസരമില്ലാതെ സാധാരണ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരുന്നു മായാ നടേശൻ കമലവിലാസ് കൺമഷി എന്ന പുസ്തകത്തിലൂടെ. ഒരനുഭവക്കുറിപ്പ് വായിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് മായാ നടേശന്റെ കമലവിലാസ് കൺമഷി. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു എഴുത്തുകാരിയുടെ പ്രഥമ പുസ്തകമാണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് മനോഹരമായ ഭാഷയാണ്, ഹൃദയത്തിൽ തൊട്ടെഴുതിയ വാക്കുകളാണ്, അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നൈർമല്യവും വിശുദ്ധിയും ഒക്കെ ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒരക്ഷരവും പറയാതെ, ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് പോലും പറയാതെ കണക്കൂർ ആർ സുരേഷ് കുമാർ സാർ എനിക്ക് ഈ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞത്. എനിക്കത് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം അതാണ്. അനിലൊന്ന് വായിക്കെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് അതിലെ ഫോൺ നമ്പർ കണ്ടാണ് മായാ നടേശൻ എന്ന എഴുത്തുകാരിയെ ഞാൻ ആദ്യമായി വിളിക്കുന്നത്. എനിക്ക് ഈ പുസ്തകം ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞു, അനിൽ വാങ്ങിക്കേണ്ട, ഞാൻ തീർച്ചയായും അയച്ചു തരാം എന്ന് പറഞ്ഞു. ഹൃദയത്തിൽ തൊട്ട കൈയക്ഷരങ്ങളാലെ സ്നേഹപൂർവ്വം അനിലിന് എന്നൊരു കുറിപ്പെഴുതി എനിക്ക് എൻ്റെ മേൽവിലാസത്തിൽ അയച്ചു തന്നു. ഞാൻ സ്നേഹത്തോടെ മായേച്ചി എന്ന് വിളിക്കുന്ന ശ്രീ മായാ നടേശൻ. ഒത്തിരി 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 സന്തോഷം തോന്നി ഈ പുസ്തകം വായിച്ചപ്പോൾ. ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തി എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു കമലവിലാസ് കൺമഷി. മറക്കാതെ വായിക്കുക. ഒരിക്കലും ഈ 121 പേജ് വായിക്കുന്ന സമയം നിങ്ങൾക്ക് നഷ്ടമാവില്ല ജീവിതത്തിൽ. ചില തിരിച്ചറിവുകളുടെ സമയമായിരിക്കും അത്. അതുകൊണ്ട് മറക്കാതെ വായിക്കുക. വീണ്ടും ഒരു നല്ല പുസ്തകവുമായി നമുക്ക് സാഹിതിയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.